ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വളരെ കാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാലും എന്താണ് ഈ ടോപ്പിക്ക് എന്നൊന്ന് നോക്കാം. ഒരു ഇൻവെസ്റ്റർ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം? പ്രധാനമായിട്ടും അവരുടെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ തന്നെ അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ടാക്സ് ലയബിലിറ്റി പോലുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക്, ബോണ്ട്, ക്യാഷ്, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്, ഹെഡ്ജ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഫോറിൻ എമർജിംഗ് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ്, പിന്നെ FDI എന്താണ്, FDIയുടെ ടൈപ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ ഫേം ഇൻ എ ഫോറിൻ കൺട്രി. ഒരു ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എ ഫോം ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്, അതായത് ഇതൊരു ഇൻ്റർനാഷണലിൻ്റെ ഫോമാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് അബ്രോഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫിനാൻഷ്യൽ റിട്ടേൺ. ഫിനാൻഷ്യൽ റിട്ടേൺ എന്ന എക്സ്പെക്റ്റേഷനോട് കൂടെ ഫോറിനേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യൻ മറ്റു കൺട്രീസിൽ പോയി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോറസ് സ്റ്റീൽസ് ബൈ ടാറ്റ സ്റ്റീൽസ്, പിന്നെ നോവിസ് ബൈ ഹിൻഡാൽകോ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 2 എക്സാമ്പിൾസാണ് ഈ പറഞ്ഞത്. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വന്ന് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് കൊക്കക്കോള കോർപ്പറേഷൻ, പെപ്സി കോർപ്പറേഷൻ, IBM, ഇതൊക്കെ അമേരിക്കൻ കമ്പനീസിൻ്റെയാണ്. പിന്നുള്ളത് ഹോണ്ട മോട്ടോഴ്സ്, ഇപ്പോൾ ബോയ്സിനൊക്കെ കൂടുതലായിട്ട് അറിയാം, ഹീറോ ഹോണ്ട എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ ഹോണ്ട മോട്ടോഴ്സ്, ടൊയോട്ട, പിന്നെ ഫോണ്ട, LG, സാംസങ് പോലുള്ള കാര്യങ്ങളാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതും 2 ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് 2 ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. FDI is significant for developing economics and emerging market where companies need funding and expertise to expand their international sales. അതുപോലെ തന്നെ FDI is an investment in the form of a controlling ownership in a business in one country by entity based in another country. ഫോറിൻ കമ്പനിയായോ അല്ലെങ്കിൽ ഫോറിൻ ഇൻഡിവിജ്വലോ ഇന്ത്യയിൽ വന്ന് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കമ്പനിയോ മറ്റൊരു രാജ്യത്തിലേക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തുള്ള കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ പ്രധാനമായിട്ടും 4 ടൈപ്സ് ഉണ്ട്. ഈ 4 ടൈപ്സിലും ഏറ്റവും പ്രധാനമുള്ളതാണ് 2 ടൈപ്പ്, അതായത് ഹൊറിസോണ്ടൽ FDI ആൻഡ് വെർട്ടിക്കൽ FDI. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ FDI എന്ന് പറയുമ്പോൾ എ ബിസിനസ് എക്സ്പാൻഡ് ഇറ്റ്സ് ഡൊമസ്റ്റിക് ഓപ്പറേഷൻ ടു എ ഫോറിൻ കൺട്രി. ഇൻ ദിസ് കേസ് ദ ബിസിനസ് കണ്ടക്ട്സ് ദ സെയിം ആക്ടിവിറ്റീസ് ബട്ട് ഇൻ എ ഫോറിൻ കൺട്രി. അതാണ് ഹൊറിസോണ്ടൽ FDI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ്സിലെ ഓപ്പറേഷൻ മറ്റു ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ FDI പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം കൺട്രിയിലെ സെയിം ആക്ടിവിറ്റീസ് തന്നെ ഹോസ്റ്റ് കൺട്രി അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലും ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഹൊറിസോണ്ടൽ പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു സ്പോർട്സിൻ്റെ കട അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ആ സെയിം പ്രക്രിയ തന്നെ അല്ലെങ്കിൽ ആ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നൊരു
റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അത് അബ്രോഡിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ എവിടെയെങ്കിലും പോയിട്ട് ഇതേ ഒരു സെയിം പ്രോസസ്സിൽ തന്നെ അവിടെയും പോയി ചെയ്യാം. അതിനെയാണ് ഹൊറിസോണ്ടൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പാണ് വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. വെർട്ടിക്കൽ FDI എന്ന് പറയുമ്പോൾ എ ബിസിനസ് എക്സ്പാൻഡ് ഇൻ ടു എ ഫോറിൻ കൺട്രി ബൈ മൂവിങ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ദി സപ്ലൈ ചെയിൻ. അതായത് ഈ വെർട്ടിക്കൽ FDIനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDIയും പിന്നെ അതുപോലെ തന്നെ ഫോർവേഡ് വെർട്ടിക്കൽ FDIയും. ഈ വെർട്ടിക്കൽ FDI എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഹോം കൺട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മളൊരു മാനുഫാക്ചറർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളൊരു കൺട്രീസിലേക്ക് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ റോ മെറ്റീരിയൽ സപ്ലയർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ മാനുഫാക്ചററായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന ഒരു വർക്കറായിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. അതിനെയാണ് വെർട്ടിക്കൽ FDI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാര്യം തന്നെ നമ്മളിവിടെ ചെയ്യുന്ന കാര്യത്തിൻ്റെ ബാക്കി പ്രക്രിയകളാവും അവിടെ പോയി ചെയ്യാം. അതായത് സപ്ലൈ ചെയിനിൻ്റെ ഏത് കാര്യങ്ങളായിട്ടും നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് വെർട്ടിക്കൽ FDI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നതാണ് പ്ലാറ്റ്ഫോം FDI. എ ബിസിനസ് എക്സ്പാൻഡ് ടു ഫോറിൻ കൺട്രീസ് ബട്ട് ദ ഔട്ട്പുട്ട് ഫ്രം ദി ഫോറിൻ ഓപ്പറേഷൻ ഈസ് എക്സ്പോർട്ടഡ് ടു ദി തേർഡ് കൺട്രി. ഈ ഒരു FDIയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം കൺട്രിയിലെ ബിസിനസ് ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് കയറ്റി അയക്കണം. അതായത് നമുക്കൊരു ഹോം കൺട്രി ഉണ്ട്, പിന്നെ ഒരു ഫോറിൻ കൺട്രി ഉണ്ട്. ഈ രണ്ട് കൺട്രീസിൻ്റെയും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ വിറ്റഴിക്കുന്നത് വേറൊരു രാജ്യത്തായിരിക്കും, ഒരു തേർഡ് കൺട്രിയിലേക്കായിരിക്കും. ഇതിലൊരു ബിഗ് എക്സാമ്പിളാണ് ഫോർഡിൻ്റെ കാറുകൾ. അതായത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭാഗത്തേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുകയാണ്. അതൊരു ബിഗ് എക്സാമ്പിളാണ് പ്ലാറ്റ്ഫോം FDI എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മിഡിൽ മാൻ എന്നൊക്കെ നിൽക്കുന്ന പോലെ ഒരു സംഭവമാണ്. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് കോൺഗ്ലോമറേറ്റ് FDI. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു അക്വയർ ആൻ അൺറിലേറ്റഡ് ബിസിനസ് അബ്രോഡ്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കില്ല അത്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ആവില്ല അവിടെ പോയി ചെയ്യുന്നവ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ്സിനുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും ഈ ഒരു FDI എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഫണ്ട് വേറൊരു കൺട്രീസിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് ലാഭം കിട്ടുന്നതിനനുസരിച്ചിട്ട് വേറൊരു കൺട്രിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അതിന് പ്രധാനമായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് FDIയും അതുപോലെ തന്നെ ഒന്ന് FPIയും. അത് കൂടുതലായിട്ട് മറ്റു ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൈപ്സ് പറഞ്ഞ് പ്രധാനമായിട്ടും 4 ടൈപ്സാണ് വരുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ FDI, 2 വെർട്ടിക്കൽ FDI, പിന്നെ പ്ലാറ്റ്ഫോം FDI, അതുപോലെ തന്നെ വേറെ വരുന്നത് കോൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.